നമസ്കാരം. ബസേല ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബസേല ചീരയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇത്. നേരത്തെ കണ്ടതിനേക്കാളും കൂടുതൽ വളർന്നിട്ടുമുണ്ട്, കൂടുതൽ പൊടിപ്പുകളും വന്നിട്ടുണ്ട്. ഇങ്ങനെ വളർന്ന് പടർന്നു പോയാൽ കുറേയും കൂടി റെസിപ്പീസ് കൊണ്ടുവരേണ്ടി വരുമല്ലോ. കഴിഞ്ഞ വീഡിയോ കണ്ട് ബാംഗ്ലൂരിലത്തെ ഒരു ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ബസേല ചീര വാങ്ങിച്ചത് എന്ന് പറഞ്ഞു. ഇവിടെ വന്നിരുന്നെങ്കിൽ കുറച്ച് കൊടുക്കാമായിരുന്നു. ഈ വള്ളിച്ചീര വെച്ച് 2 തരം ബജ്ജിയാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. മുഴുവൻ ഇല വെച്ചിട്ടുള്ളതാണ് ആദ്യത്തെ ബജ്ജി. ഇതിന് ചെറിയ ഇലകളാണ് നല്ലത്. കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞ് മാറ്റി വയ്ക്കണം. ഒരു 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള മാവ് ഉണ്ടാക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായം പൊടിയും നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു സ്മൂത്ത് പേസ്റ്റ് ആക്കുക. ചെറിയ ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ ബ്രാൻ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇലകൾ ഓരോന്നായി മാവിൽ മുക്കി ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. മറിച്ചിട്ട് പാകമാവുമ്പോൾ കോരിയെടുക്കുക. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബജ്ജിയാണ്. ചൂടോടെ നല്ല ക്രിസ്പിയാണ്. അടുത്തതായി അരിഞ്ഞ ഇലകൾ വെച്ചിട്ടും പെട്ടെന്നൊരു ബജ്ജി ഉണ്ടാക്കാം. മുമ്പ് കാണിച്ച അതേപോലെ മാവ് കുഴച്ച് ചെറിയ ഉരുളകളാക്കി ഇടാം. മീഡിയം ഫ്ലെയിമിൽ ഉള്ളി വേവാൻ മറിച്ചിട്ട് ആവശ്യാനുസരണം വേവിച്ചെടുത്ത് കോരി വയ്ക്കുക. രണ്ട് ബജ്ജിയും എളുപ്പത്തിൽ ഉണ്ടാക്കാം. 2 ബജ്ജിയും ടേസ്റ്റിയാണ്. എന്നാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് മുഴുവൻ ഇലയുടെ ബജ്ജിക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യൂ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.